നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 26-ാമത്തെ അധ്യായം ഗൃഹസ്ഥ ധർമ്മ നിരൂപണം. വേദാഭ്യാസനം പൂർത്തിയാകുന്നതുവരെ ഗുരു ശുശ്രൂഷ ചെയ്ത് ഗുരുവിൻ്റെ സമ്മതം വാങ്ങിയതിന് ശേഷം മാത്രമേ സ്വന്തമായി അഗ്നികാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാവൂ. വേദങ്ങൾ, വേദാന്തങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ എല്ലാം പഠിച്ച് ഗുരുവിന് ദക്ഷിണയും കൊടുത്തിട്ട് വേണം സ്വന്തം ഗൃഹത്തിലേക്ക് പോകാൻ. സുന്ദരിയും ഉന്നത കുലജാതയും സുശീലയുമായ കന്യകയെ വെൽക്കാം. അമ്മയുടെ ഭാഗത്തു നിന്ന് 5 തലമുറകൾക്ക് അപ്പുറവും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് 7 തലമുറയ്ക്ക് അപ്പുറവുമുള്ള കന്യകയെയാണ് വെൽക്കേണ്ടത്. അല്ലെങ്കിൽ ഗുരുതൽപകൻ എന്ന ദോഷം സംഭവിക്കാം. രോഗിണി, വൃത്തത്തിൽ കണ്ണുള്ളവൾ, രോഗികളുടെ കുലത്തിൽ ജനിച്ചവൾ, ധാരാളം മുടിയുള്ളവൾ, തീരെ മുടിയില്ലാത്തവൾ, വാചാല, കോപന, കുറിയവൾ, നീളമുള്ളവൾ, വിരൂപിണി, അത്യധികമോ തീരെ കുറവോ ആയ ശരീരമുള്ളവൾ, മതമുള്ളവൾ, പിശുക്കി, നീണ്ട കാലും തടിച്ചുപ്പൂറ്റിയുമുള്ളവൾ, പുരുഷൻ്റെ ശരീരപ്രകൃതിയുള്ളവൾ, താടിമീശകൾ ഉള്ളവൾ, കൂനുള്ളവൾ, വെറുതെ ചിരിക്കുന്നവൾ, എപ്പോഴും അന്യവീടുകളിൽ പോകുന്നവൾ, വഴക്കടിക്കുന്ന സ്വഭാവത്തോടു കൂടിയവൾ, ധാരാളം ഭക്ഷിക്കുന്നവൾ, തടിച്ച പല്ലുകളോട് കൂടിയവൾ, തടിച്ച ചുണ്ടുള്ളവൾ, വരുവരുത്ത ശബ്ദമുള്ളവൾ, അതിയായി കറുത്തവൾ, ചുവപ്പ് നിറമുള്ളവൾ, എപ്പോഴും കരയുന്ന സ്വഭാവമുള്ളവൾ, വിളർച്ച ബാധിച്ചവൾ, കാസരോഗമുള്ളവൾ, എപ്പോഴും ഉറങ്ങുന്നവൾ, ആവശ്യമില്ലാതെ സംസാരിക്കുന്നവൾ, ലോകത്തെ വെറുപ്പോടെ കാണുന്നവൾ, അപവാദം പറയുന്നവൾ, കളവ് ചെയ്യുന്നവൾ, നീണ്ട മൂക്കുള്ളവൾ, ശരീരം നിറയെ രോമമുള്ളവൾ, ഗർവുള്ളവൾ എന്നിവരെയൊന്നും വിവാഹം കഴിക്കരുത്. കുട്ടിക്കാലം മുതൽ പരിചയമില്ലാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ കൂടുതൽ പ്രാഗൽഭ്യമുള്ളവളെന്നോ ഗുണമില്ലാത്തവളെന്നോ മനസ്സിലാക്കിയാൽ അവളെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഭർത്താവിനോടും മക്കളോടും ക്രൂരമായി പെരുമാറുക, അന്യന്മാർക്ക് അനുകൂലമായി പ്രവർത്തിക്കുക എന്നിവ ചെയ്താലും പരിത്യജിക്കാവുന്നതാണ്. വിവാഹം 8 തരത്തിലാണ്: ബ്രാഹ്മം, ദൈവതം, ആഷം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ശ്രേയസ്കരം. ബ്രാഹ്മം, ദൈവം, ആഷം എന്നിവയാലാണ് ബ്രാഹ്മണർ വിവാഹിതരാകേണ്ടത്. പ്രാജാപത്യാദികളായ 5 നിന്ദിതങ്ങളാണ്. ആദ്യത്തേത് നടത്താൻ സാധ്യമല്ലെങ്കിൽ പിന്നാലെ വരുന്നത് നടത്താനും അനുവാദമുണ്ട്. വരൻ 2 പൂണൂലും ഉത്തരീയവും ധരിക്കണം. സ്വർണ്ണകുണ്ടലം, 1 ജോഡി വെളുത്ത വസ്ത്രം എന്നിവ വേണം. മുടിയും നഖവും മുറിച്ച് വൃത്തിയായി അംഗലേപനങ്ങൾ അണിഞ്ഞ് കയ്യിൽ വേണുവും വെള്ളമുള്ള കമണ്ഡലവും ഉണ്ടായിരിക്കണം. വൃത്തിയുള്ള തലക്കെട്ട്, കുട, ചെരുപ്പ്, സുഗന്ധിയായ മാല എന്നിവ ധരിച്ച് കാണാൻ ചന്തമുള്ളവനാകണം. സ്വാധ്യായം എന്നും വേണം. ആചാരങ്ങളെല്ലാം അനുവർത്തിക്കണം. അന്യനിൽ നിന്നും ഭക്ഷണം കഴിക്കരുത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. കാലിൽ കാല് കയറ്റി വെച്ച് ഇരിക്കരുത്. എച്ചിൽ മുറിച്ച് കിടക്കരുത്. 2 കൈ ഉപയോഗിച്ചും തല ചൊറിയരുത്. പൂജ്യന്മാരെയും അമ്പലങ്ങളെയും അപ്രദക്ഷിണം ചെയ്യരുത്. ദേവാർച്ചനം, ആചമനം, സ്നാനം, വ്രതം, ശ്രാദ്ധക്രിയകൾ എന്നിവ നടക്കുമ്പോൾ മുടി അഴിച്ചിടരുത്. ഏകവസ്ത്രധാരിയായി ഇരിക്കരുത്. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വാദിക്കുന്നതും ഒഴിവാക്കുക. പരസ്ത്രീകളെ സമീപിക്കരുത്. പിശുക്ക് കാണിക്കരുത്. ഗോവ്, ആല്, അഗ്നി, പർവ്വതം എന്നിവയ്ക്ക് അപ്രദക്ഷിണമായി സഞ്ചരിക്കരുത്. കവല, ചൈത്യവൃക്ഷം, രാജാവ്, ദേവസന്നിധി എന്നിവിടങ്ങളിലെല്ലാം ഈ നിയമം പാലിക്കണം. മറ്റുള്ളവരുടെ ദോഷങ്ങൾ വിളിച്ചു പറയരുത്. സ്വന്തം ഗുണങ്ങളും വിളിച്ചു പറയരുത്. സ്വന്തം പേര്, നക്ഷത്രം, മാനം എന്നിവ രഹസ്യമായി സൂക്ഷിക്കണം. ദുഷ്ടന്മാരോട് സഹവാസം പാടില്ല. ശാസ്ത്രവിരുദ്ധങ്ങളായ കാര്യങ്ങൾ കേൾക്കരുത്. മദ്യം, ചൂത്, പാട്ട് എന്നിവയിൽ ഒട്ടും ആസക്തി പാടില്ല. നനഞ്ഞ അസ്ഥി, ഉച്ഛിഷ്ടം, ശൂദ്രൻ, പതിതൻ, സർപ്പം, നായ എന്നിവ തൊട്ടാൽ ഉടുവസ്ത്രത്തോടൊപ്പം കുളിക്കണം. ചിത, ചിതയിലെ വിറക്, യൂപം, ചണ്ടാളൻ, ദേവലകൻ എന്നിവരെ തൊട്ടാലും ഇത് തന്നെ ചെയ്യണം. ദീപം, കട്ടിൽ, സ്വന്തം ശരീരം എന്നിവയുടെ നിഴൽ, വസ്ത്രത്തിൽ നിന്നും മുടിയിൽ നിന്നും ഒഴുകി വീഴുന്ന വെള്ളം, ചൂലിൽ നിന്നുള്ള പൊടി എന്നിവയെല്ലാം നന്മയെ ഇല്ലാതാക്കുന്നതാണ്. മുറത്തിൽ നിന്ന് വരുന്ന കാറ്റ്, ചിതയിൽ നിന്ന് വരുന്ന പുക, ശൂദ്രൻ്റെ ഭക്ഷണം, വ്യഭിചാരിണിയുടെ പതിയുമായുള്ള ബന്ധം എന്നിവ വളരെ ദൂരെ ഉപേക്ഷിക്കണം. ശാസ്ത്രാർത്ഥത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക, നഖവും മുടിയും കടിക്കുക, നഗ്നനായി ശയിക്കുക എന്നിവയും ഒഴിവാക്കേണ്ടതാണ്. തലയിൽ തേച്ച് ബാക്കി വന്ന എണ്ണ ശരീരത്തിൽ പുരട്ടരുത്. വൃത്തിയില്ലാത്ത വെറ്റില മുറുക്കരുത്. ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തരുത്. അശുദ്ധനായിരുന്നു കൊണ്ട് അഗ്നികാര്യങ്ങൾ നടത്തുകയോ ഗുരുദേവതമാരെ പൂജിക്കുകയോ അരുത്. ഇടത് കൈ കൊണ്ട് മാത്രം വെള്ളം കുടിക്കരുത്. വായ കൊണ്ട് നേരിട്ട് കുടിക്കരുത്.
ഗുരുവിൻ്റെ നിഴലുകളും വാക്കുകളും അതിക്രമിച്ച് കിടക്കരുത്. യോഗികൾ, വിപ്രന്മാർ, പ്രതികൾ, യതികൾ എന്നിവരെ നിന്ദിക്കരുത്. സ്വന്തം കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അന്യരോട് പറയരുത്. പൗർണമിയിലും അമാവാസിയിലും വിധി അനുസരിച്ച് യാഗം ചെയ്യണം. രാവിലെയും വൈകുന്നേരവും സന്ധ്യോപാസന ചെയ്യണം. ഇല്ലെങ്കിൽ മദ്യപന് തുല്യനാകും. ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ അയനം, വിഷുവം, 4 യുഗങ്ങളുടെയും ആദി, അമാവാസി, പൂർണിമ, പ്രേതപക്ഷം അതായത് ഭാദ്രപദത്തിൻ്റെ കറുത്തപക്ഷം എന്നീ ദിവസങ്ങളിൽ ശ്രാദ്ധം ചെയ്യണം. മനുവാദികൾ മരിച്ച ദിവസം, അഷ്ടമി, ആദ്യമായി വിളവെടുപ്പ് നടത്തുമ്പോൾ എല്ലാം വീട്ടിൽ ശ്രാദ്ധം കഴിക്കണം. ഊർധ്വപുണ്ഡ്രമില്ലാതെ യാഗം, ദാനം, തപസ്, ഹോമം, സ്വാധ്യായം, പിതൃതർപ്പണം എല്ലാം വെറുതെയാകുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിതൃക്രിയകളിൽ ഊർധ്വപുണ്ഡ്രവും തുളസിയും പാടില്ല എന്ന് ചിലർ പറയുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ശ്രേയസ്സുണ്ടാകാൻ നല്ലത്. ഇതെല്ലാം ബ്രാഹ്മണർ ചെയ്യണമെന്ന് സ്മൃതികൾ പറയുന്നതാണ്. സദാചാര താൽപര്യരോടാണ് വിഷ്ണു പ്രസാദിക്കുക. വിഷ്ണു പ്രസാദിച്ചാൽ പിന്നെ എന്താണ് സാധിച്ചുകൂടാത്തത്? ഇതോടുകൂടി 26-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.